മിഡിൽ ഈസ്റ്റിൽ വീണ്ടും വെടിപൊട്ടുമോ ഇല്ലയോ എന്ന ആശങ്ക തുടരവെ സമാധാന ശ്രമവുമായി മുന്നിട്ടിറങ്ങുകയാണ് ഇറാൻ. അതിന്റെ ഭാഗമായി ഇറാൻ ഒരു 14 നിർദ്ദേശവും അമേരിക്കക്ക് മുമ്പിൽ വെച്ചു കഴിഞ്ഞു. വെടിനിർത്തലല്ല, സമ്പൂർണ്ണ യുദ്ധവിരാമമാണ് വേണ്ടത് എന്നാണ് ഇറാന്റെ പക്ഷം. കൂടാതെ ചർച്ചകൾക്ക് കൃത്യമായ സമയപരിധിയും നിശ്ചയിക്കുന്ന ഇറാന്റെ സമാധാന പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാൻ അമേരിക്കക്ക് മുൻപാകെ വെച്ചിരിക്കുന്ന പുതിയ 14 സമാധാന പദ്ധതി ലക്ഷ്യമിടുന്നത് കേവലം വെടിനിർത്തലിന് മാത്രമല്ല, ഒരു സമ്പൂർണ്ണ യുദ്ധവിരാമത്തിനാണ്. 2 മാസത്തെ വെടിനിർത്തൽ നടപ്പിലാക്കുക എന്ന തരത്തിലായിരുന്നു അമേരിക്കയുടെ ഇതുവരെയുള്ള നിർദ്ദേശം. എന്നാൽ 30 ദിവസത്തിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന നിലപാടിലാണ് ഇറാൻ. മാത്രമല്ല, വെടിനിർത്തൽ നീട്ടുന്നതിന് പകരം യുദ്ധം അവസാനിപ്പിക്കുന്നതിലാണ് ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നും ഇറാൻ വാദിക്കുന്നുണ്ട്. ഈ നിലപാടുകൾ ആവർത്തിക്കുന്നതാണ് ഇറാന്റെ പുതിയ നിർദ്ദേശങ്ങൾ. താൽക്കാലിക വെടിനിർത്തൽ നീട്ടുന്നതിന് പകരം സംഘർഷത്തിന് സ്ഥിരമായ ഒരു അന്ത്യം കുറിക്കുന്നതിന് മുൻഗണന നൽകിക്കൊണ്ട് 30 ദിവസത്തിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം എന്നതാണ് ഇറാന്റെ ആവശ്യം. മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ വഴിയാണ് ഇറാൻ ഈ നിർദ്ദേശങ്ങൾ കൈമാറിയത് എന്നാണ് റിപ്പോർട്ട്. അതേസമയം നിർദ്ദേശങ്ങളുടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിശദാംശങ്ങൾ സ്ഥിരീകരിക്കാനോ തള്ളിക്കളയാനോ ഇതുവരെയും ഇറാൻ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ ഇറാൻ സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ തൃപ്തിയില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. പിന്നാലെയാണ് പുതുക്കിയ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയ നിർദ്ദേശങ്ങൾ ഇറാൻ കൈമാറിയത്. ഒരു യുദ്ധവിരാമത്തിന് ഇറാനും ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ നീക്കം എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഭാവിയിൽ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന ഉറപ്പ്, ഇറാന്റെ ചുറ്റുപാടുകളിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കൽ, മരവിപ്പിച്ച സ്വത്തുക്കൾ റിലീസ് ചെയ്യുക, ഉപരോധങ്ങൾ അവസാനിപ്പിച്ച് യുദ്ധത്തിലുണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാരം കാണുക എന്നിങ്ങനെ നിരവധി ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ലെബനൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉടനീളം ഇസ്രായേലും അമേരിക്കയും നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനും ഹോർമൂസ് കടലിടുക്കിനായി ഒരു പുതിയ സംവിധാനം സൃഷ്ടിക്കാനും ഇറാന്റെ ഈ 14 നിർദ്ദേശം ആവശ്യപ്പെടുന്നുണ്ട്. ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിച്ചിരിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങളും ഇറാൻ ഈ നിർദ്ദേശത്തിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. 1 മാസത്തിനുള്ളിൽ ഹോർമൂസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയാക്കി കടലിടുക്ക് തുറക്കുകയും അമേരിക്കയുടെ നാവിക ഉപരോധം അവസാനിപ്പിക്കുകയും വേണം എന്നതാണ് ഇറാന്റെ ആവശ്യം. അതിനുശേഷം ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താമെന്നും ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. അമേരിക്ക ആവശ്യപ്പെട്ട പോലെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറാൻ ചർച്ചയ്ക്ക് ഒരുങ്ങുന്നു എന്നതാണ് ഈ നിർദ്ദേശങ്ങളിലെ പ്രധാന മാറ്റമായി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്ന് ലഭിച്ച പുതിയ പദ്ധതി ഉടൻ വിശകലനം ചെയ്യുമെന്നാണ് ട്രംപും അറിയിച്ചിട്ടുള്ളത്. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പ് നൽകാൻ സാധിക്കില്ലെന്നും ട്രംപ് പറയുന്നുണ്ട്. പിന്നാലെ ഫ്ലോറിഡയിൽ മാധ്യമങ്ങളുമായുള്ള ഒരു ഹ്രസ്വ സംവാദത്തിനിടെ ഇറാനെതിരായ ആക്രമണം പുനരാരംഭിക്കുമോ എന്ന ചോദ്യത്തിന് അവരുടെ പെരുമാറ്റം മോശമായാൽ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.